ലൈഫ് ലൈനിന്റെയും സാറിന്റെയും ബാക്ക് ബോൺ ആണ് ഡോക്ടർ ജിജി. അപ്പോൾ ജിജി മാഡം ഞാനും ഡെഫിനറ്റ്ലി വളരെ വളരെ ക്ലോസ് ആണ്. ഷീസ് ലൈക്ക് എ സോൾ സിസ്റ്റർ ടു മീ. ഞങ്ങളിപ്പോൾ കൂടെ ഹിമാലയൻ യാത്ര കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. ജിജി മാഡത്തിൽ ഉണ്ടായ ഒരു ട്രാൻസ്ഫോർമേഷൻ, ഐ നോ ഹർ ഫോർ ഇയേഴ്സ്. അപ്പോൾ ഒരു ലോയർ ആയിരുന്ന മാഡം ഇപ്പോൾ ട്രെയിനിങ് ഫീൽഡിലാണ്, അതും വളരെ സക്സസ്ഫുൾ ആയിട്ടൊരു ട്രെയിനർ. അപ്പോൾ എങ്ങനെയാണ് ഈ ലോയറിൽ നിന്നും ഈ ട്രെയിനറായിട്ട് സാറ് മാറ്റിയെടുത്തത്? ഡെഫിനറ്റ്ലി സാർ ഒരുപാട് പേർക്ക് ട്രാൻസ്ഫോർമേഷൻ ലൈഫിൽ കൊടുക്കുന്നുണ്ട്, ബട്ട് ഇൻ പേഴ്സണൽ ലൈഫ് എങ്ങനെയാണ് വൈഫിനെ ഈ രീതിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്? അത് പറയുമ്പോൾ ഓൾ ചാരിറ്റീസ് ബിഗിൻസ് അറ്റ് ഹോം. നമ്മൾ വീട് നന്നായിട്ട് മാനേജ് ചെയ്യാൻ പറ്റാത്ത ഒരാള് ട്രെയിനിങ് എന്നും പറഞ്ഞ് ഇറങ്ങി നാട്ടിൽ കൂടെ നടന്നു കഴിഞ്ഞാൽ അതിനകത്ത് വലിയ കഥയൊന്നുമില്ല. അപ്പോ ഇപ്പൊ 26 വർഷം കഴിഞ്ഞ് ഞങ്ങൾ കല്യാണം കഴിച്ചിട്ട്. അപ്പൊ ആക്ച്വലി ഞങ്ങളുടെ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ ഇതുവരെ ഈ ഒരു ദിവസം പോലും ഇല്ല, ഒരു മണിക്കൂർ പോലും പിണങ്ങിയിരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അപ്പോ എന്താണോ ഞാൻ പഠിപ്പിക്കുന്നത്, വാട്ട് ഐ പ്രീച്ച് ദാറ്റ് ഐ പ്രാക്ടീസ്. അപ്പോ വക്കീലായിരുന്നു, വക്കീലിൽ നിന്നും ഈ മേഖലയിലേക്ക് അപ്പോൾ കുറച്ചുകൂടെ കൂടുതൽ കെയർ കൊടുക്കാൻ തുടങ്ങി, കൂടുതൽ കാര്യം ശ്രദ്ധ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് സപ്പോർട്ട് സ്വാഭാവികമായിട്ട് കൂടി. അപ്പൊ പിന്നെ നോക്കിയപ്പോഴത്തേക്കും ട്രെയിനിങ്ങിന്റെ ഒരു തിരക്ക് കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും ചില ഏരിയാസ് ഏറ്റെടുക്കാൻ തയ്യാറായി. ഫോർ എക്സാമ്പിൾ ഇറ്റ്സ് ഹെയർ പാഷൻ, കുട്ടികൾക്ക് ഒരുപാട് കുട്ടികളെ ട്രാൻസ്ഫോം ചെയ്യുന്നതുകൊണ്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഗ്ലോബൽ സ്കോളർ എൻ്റയർ പ്രോഗ്രാം നൗ ഷീ ഈസ് ഡൂയിങ്. അപ്പോ അതുപോലെ തന്നെ കൗൺസിലിംഗ്, ഐ ഡോണ്ട് ഡു എനി കൗൺസിലിംഗ് അറ്റ് ഓൾ, ഐ ഡോണ്ട് ഹാവ് ഇറ്റ് ദ ടൈം ടു ഡു ഇറ്റ്. പക്ഷെ എല്ലാ കൗൺസിലിംഗും ചെയ്യുന്നത് വൈഫാണ്. അപ്പൊ അതുപോലെ തന്നെ വിമണിനുള്ള ട്രെയിനിങ്, പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ഈ അഡ്വാൻസ്ഡ് മൈൻഡ് മാസ്റ്ററിയിൽ ഒരു നല്ല ഭാഗം ചെയ്യുന്നത് ജിജിയാണ്. അപ്പൊ ഇത് നമ്മൾ ഒരൊറ്റ ദിവസം കൊണ്ട് നടക്കുകയല്ല ചെയ്തത്, കുറെ വർഷങ്ങൾ എടുത്തു. പക്ഷെങ്കിൽ സ്ലോലി. അപ്പൊ നമ്മൾ ആവശ്യമുള്ള ഒരു നല്ല റിലേഷൻഷിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ, ഏതൊരു സ്ത്രീക്കും നല്ലൊരു റിലേഷൻഷിപ്പ്, നല്ല കെയർ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് തീർച്ചയായിട്ടും ആവശ്യത്തിനുള്ള സപ്പോർട്ട് തരും. അപ്പോൾ ഇതിപ്പോ ഏതായാലും കേൾക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു എന്തെങ്കിലും പ്രയോജനപ്പെടുമെന്നാണല്ലോ കേൾക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അവരുടെ സ്ത്രീക്ക്, ഞാൻ എപ്പോഴും ക്ലാസ്സിൽ പറയാറുള്ളത്, നിങ്ങളുടെ വീട്ടിലൊരു സോണിയാഗാന്ധി ഇരിക്കുന്നുണ്ട്. അപ്പോ അവര് കോൺഗ്രസിനെ 18 വർഷം നയിച്ചു. പക്ഷെ അതിനു മുമ്പ് എന്തുവായിരുന്നു? വെറൊരു വീട്ടമ്മയായിരുന്നു. ഹിന്ദിയൊക്കെ അവരിവിടെ വന്നിട്ട് ഈ ആവശ്യം വന്നപ്പം കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകാനായിട്ട് ആ വരുന്ന സമയത്താണ് ഹിന്ദിയൊക്കെ പഠിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും വീട്ടിൽ ഇങ്ങനെ സോണിയാഗാന്ധി ഇരിക്കുന്നുണ്ട്. അപ്പൊ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഈ ഏറ്റവും അച്ചടക്കമുള്ള, അടക്കമൊതുക്കമുള്ള സ്ത്രീ എന്ന് പറയുന്നത് വലിയ ഡിസ്ക്വാളിഫിക്കേഷനാണ്. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ എല്ലാ കഴിവുകളെയും കയറിട്ട് കുരുക്കി ചങ്ങലക്കിട്ട്, ആനേനെ ചങ്ങലക്കിട്ടേക്കുന്നത് പോലെ, ചെറിയ ആനയ്ക്ക് വലിയ ചങ്ങലയിട്ട് വലിയ മരത്തിൽ പൂട്ടിയിടുന്നത് പോലെ വളരെ ചെറുപ്പത്തിലെ തന്നെ ആൾക്കാരെ നോക്കി ചിരിക്കരുത്, മിണ്ടരുത്. അപ്പോ ഇങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞ്, നീ പെണ്ണാണ്, നീ പുറത്തേക്ക് വരരുത്, ഇങ്ങനെല്ലാം പറഞ്ഞ് അവരുടെ കഴിവുകളെ, അതുകൊണ്ട് തന്നെ ഏറ്റവും അടക്കമൊതുക്കം ഉണ്ടെന്ന് പേര് കേൾപ്പിക്കാൻ ശ്രമിക്കുന്ന സ്ത്രീകളൊന്നും ജീവിതത്തിൽ സക്സസ് ആകാറുള്ള സാധ്യത വളരെ കുറവാണ്. അതേസമയത്ത് ഈ പറഞ്ഞ ആൾക്കാരുടെ അഭിപ്രായം, മറ്റുള്ളവരുടെ ഒപ്പീനിയന്റെ ഫുട്ബോൾ ആകാത്ത സ്ത്രീകളാണ്. അതിലെന്ത് വേണേ പറഞ്ഞോട്ടെ, അപ്പൊ അതിനെ ക്രിറ്റിസിസത്തെ കുറിച്ചോ ബാക്കിയുള്ളവർ പറയുന്നതിനെ കുറിച്ചോ ഒന്നും ശ്രദ്ധിക്കാത്ത സ്ത്രീകളാണ്. അപ്പൊ നമ്മൾ ഈ ആനയെ കണ്ടിട്ടില്ല, ആന ഉത്സവം കഴിഞ്ഞിട്ട് റോഡെ നടന്നു പോകുമ്പോൾ വഴിസൈഡിൽ കിടന്ന് പട്ടിയൊക്കെ കുറയ്ക്കുന്നൊക്കെ ഉണ്ട്, പക്ഷെ ആന മൈൻഡ് ചെയ്യുന്നില്ല, ബോധർ ചെയ്യുന്നില്ല. അപ്പോ ആന ആ വഴിക്കങ്ങ് പോവുകയാണ്. അല്ലെങ്കിൽ സിംഹം എന്താണ്, സിംഹം കാട്ടിക്കൂടെ ഇങ്ങനെ പോകുമ്പോ അതിന്റെ ഈ കൈയും കാലും ഒക്കെ മുട്ടിയിട്ട് കരികിലകളൊക്കെ ഇങ്ങനെ അനങ്ങി സൗണ്ട് കേൾപ്പിക്കും. സിംഹം ശ്രദ്ധിക്കാറില്ല. അപ്പൊ അതുപോലെ കൂസാതെ പോകുന്ന സ്ത്രീക്ക്, ഒരു ലക്ഷ്യത്തിലേക്ക് പോകാൻ പറ്റുന്ന സ്ത്രീകൾക്ക് മാത്രമേ, അങ്ങനത്തെ സ്ത്രീകൾക്ക് മാത്രമേ സക്സസ് ആകാൻ പറ്റുള്ളൂ. അപ്പോ ഞങ്ങളുടെ കേസിനകത്ത് ഈ പറഞ്ഞ പോലെ ഓൾറെഡി ചങ്ങലയാൽ വന്ന ആളെ ഞാൻ ആ ചങ്ങലകളെല്ലാം പൊട്ടിച്ചു. ഓരോന്നായിട്ട് പൊട്ടിച്ചു. ഒരുപാട് രാജ്യങ്ങളിൽ കൊണ്ടുപോയി, പിന്നെ പല ഗ്രൂപ്പുകളിനകത്ത്, പിന്നെ പല ട്രെയിനിങ്, ഈവൻ ഞാൻ അമേരിക്കൻ പ്രോഗ്രാമും ഒക്കെ ഒത്തിരി ട്രെയിനിങ് പ്രോഗ്രാംസ് ഞാൻ അയച്ചിട്ടുണ്ട്. അപ്പോൾ ട്രെയിനിങ് പ്രോഗ്രാംസിനൊക്കെ അയച്ചു, ഞാൻ തന്നെ ട്രെയിനിങ് കൊടുത്തു. പിന്നെ എനിക്കുള്ള ഈ കോഴ്സ് മെറ്റീരിയൽസ് ഒക്കെ കൂടുതലും പ്രിപ്പയർ ചെയ്യാനുള്ള നേതൃത്വം നയിക്കുക. ആൻഡ് ഷീ ഈസ് ഓൾസോ വെരി വെരി അഡ്വാൻസ്ഡ് റിസർച്ചർ. അപ്പോൾ ഏത് പ്രശ്നത്തിനും എനിക്ക് തോന്നുന്നൊരു ഒരു ദിവസത്തിനകത്ത് സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റുന്ന റിസർച്ച് എബിലിറ്റി ഉണ്ട്. അപ്പൊ അതെല്ലാം നമ്മുടെ ഒരു അനുഗ്രഹമായിട്ട് മാറി.
അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ 2 ആൺകുഞ്ഞുങ്ങളാണുള്ളത്. അവരുടെ കയ്യിൽ നിന്ന് അമ്മ ഇങ്ങനെ ഒരു ട്രെയിനിങ്ങിന് വരുന്നതിന് അവർക്ക് വളരെ സന്തോഷമുള്ളൂ, അവരുടെ കയ്യിൽ നിന്ന് എൻകറേജ്മെന്റ് കിട്ടിയിട്ടുള്ളൂ. അപ്പൊ പിന്നെ ലൈഫ് ലൈനിന്റെ ഒരു വിജയത്തിന്റെ പുറകിലെന്ന് പറഞ്ഞാൽ നമ്മളൊരു ഒത്തിരി കമ്മിറ്റഡ് ആയ സ്റ്റാഫ് മെമ്പേഴ്സ്. അപ്പോൾ ഈ ശമ്പളം അവർക്ക് സെക്കൻഡറിയാണ്. അപ്പോ അവരെടുക്കുന്ന ഒരു മോട്ടീവ് ഉണ്ട്, ലൈഫ് ലൈനകത്ത് എല്ലായിടത്തും എഴുതി വെച്ചിട്ടുള്ളൊരു കാര്യമുണ്ട്, അവർ വർക്ക് ചേഞ്ചസ് ലൈഫ്സ്. ആൾക്കാരുടെ ജീവിതം മാറ്റുന്നു എന്നതിലുള്ള സംതൃപ്തിയാണ് അവർക്ക് ഏറ്റവും കൂടുതൽ. സെക്കൻഡറി ആണ് അവരുടെ ഇൻകം വരുന്നത്. അപ്പൊ ആ ഒരു ഫാക്ടറും കൂടെ ഇതിനകത്ത് കാര്യമായിട്ട് ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ഒരു മാറ്റം വരുത്താനായിട്ട്. ഇപ്പൊ നമ്മളിപ്പം കുടുംബത്തെക്കുറിച്ച്, കുടുംബബന്ധം എപ്പോഴും നമ്മൾ കുടുംബബന്ധം ഏറ്റവും തീക്ഷ്ണവും ഇന്റിമേറ്റും ആവുകയാണെങ്കിൽ കരിയറിലും ബിസിനസ്സിലും നമ്മൾ ഉയർന്നോളും. പക്ഷെ ഇത് അവഗണിച്ചിട്ട് കഴിഞ്ഞാൽ കരിയറിൽ നമ്മൾ എത്ര പഠിച്ചു കഴിഞ്ഞാലും ഒരു പരിധി വിട്ട് അങ്ങോട്ട് ഉയരാൻ പറ്റത്തില്ല. അപ്പൊ കുടുംബബന്ധമാണ് ദാറ്റ്സ് എ കീ ടു സക്സസ്. തീർച്ചയായിട്ടും.